വഴികൾ അതിലേക്ക് തന്നെ പോകാൻ രണ്ടും വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ രണ്ട് മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കണം. സഹോദരിമാരെ പറ്റി സംസാരിച്ചപ്പോ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, അർബഅത്തും മിനൻ നിസാഇ ഫിൽ ജന്ന വ അർബഅത്തും ഫിന്നാർ. സഹോദരിമാര് സ്വർഗത്തിലാണ്, 4 വിഭാഗം സഹോദരിമാര് നരകത്തിലാണ്. മുസ്ലിം സഹോദരിമാരെ പറ്റി തന്നെയാ തങ്ങളത് പറഞ്ഞത്. എന്നിട്ട് സ്വർഗത്തിൽ കടക്കുന്ന സഹോദരിമാരിൽ തങ്ങൾ എണ്ണി പറഞ്ഞു, ഇംറഅതൻ അഫീഫ ത്വാഅതൻ ത്വാഇഅതൻ ലില്ലാഹി വലിസൗജിഹാ. നല്ല പതിവൃത്തതയോടെ ജീവിക്കുന്ന പെണ്ണ്, സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടുന്ന, ഭർത്താവിനും വഴിപ്പെടുന്ന നല്ല പെണ്ണ്. അള്ളാഹുവിന് വേണ്ടി നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ വിഘ്നം വരുത്താതെ ഭർത്താവിനുള്ള കടമകളും കടപ്പാടുകളും ഒക്കെ നിർവഹിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. വലൂദൻ സ്വാബിറാ. ആ പെണ്ണ് ധാരാളം മക്കളുണ്ട്, ക്ഷമയോടെ ജീവിക്കുന്ന പെണ്ണാണ്. ഖാനിയത്തൻ ബിൽ യസീരി മഅ സൗജിഹാ. ഉള്ളത് കൊണ്ട് ഭർത്താവിന്റെ കൂടെ തൃപ്തിപ്പെട്ട് കഴിയുന്ന പെണ്ണാണ്. അപ്പുറത്തേക്ക് നോക്കുമ്പോ അള്ളാഹു സമ്പത്ത് കൊടുത്ത് ഒരുപാട് സൗകര്യങ്ങളോടെ ജീവിക്കുന്ന കുടുംബങ്ങളെ കാണുമ്പോ ആ അതിർപ്പങ്ങൾ നിങ്ങൾക്കും എങ്ങനെയെങ്കിലും ഒന്ന് വാരിക്കൂട്ടിക്കൂടെ? എനിക്ക് വാരിക്കൂട്ടാം, ഞാൻ അതിന് മാർഗങ്ങൾ എനിക്കുണ്ട്. ആ മാർഗങ്ങളിലേക്ക് ഞാൻ പോകുമ്പോ നീ സമ്മതിക്കുമ്പോ ഏതാ മാർഗം? അതിന് 1-2 കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഒന്നുകിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിട്ട് ലക്ഷപ്രഭുവായാൽ മതി, അല്ലെങ്കിൽ പലിശ വാങ്ങിയിട്ട് കോടിപതിയായാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ലോട്ടറിയോ മറ്റോ നറുക്കോ കിട്ടിയിട്ട് ലക്ഷപ്രഭുവായാൽ മതി. അവിടെയാണ് ക്ഷമിക്കുന്ന പെണ്ണ് പറയുന്നത്, വേണ്ട, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഹലാലായ അനുയോജ്യമായ ജോലിയുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാം. അതേ സമയത്ത് ക്ഷമിക്കാത്ത പെണ്ണ് പറയും, എങ്ങനെ വന്നാലും വേണ്ടിയില്ല, ജീവിതത്തിന്റെ സർവ്വ അതിർപ്പങ്ങളും കൈക്കലാക്കി സുഖലോലുപതയിൽ ജീവിക്കേണ്ടതുണ്ട്. നിങ്ങൾ എങ്ങനെ സമ്പത്ത് കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമില്ല. സ്വർഗത്തിലെത്തുന്ന പെണ്ണിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാനിഅതൻ ബിൽ യസീരി മഅ സൗജിഹാ. ഭർത്താവിന്റെ കൂടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്ന പെണ്ണാണ്. നിങ്ങൾ കണ്ടില്ലേ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നാളെ സ്വർഗത്തിലെ നേതാക്കളല്ലേ അവര്. ആഖിറത്തിൽ എല്ലാ സ്റ്റേജിലും അവര് നേതൃപദവിയിലാണ്. ആ മഹദിമാര് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജീവിക്കുമ്പോ ബൈത്തുൽ മാലിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. തങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാഹു തആല ഇഷ്ടം പോലെ സമ്പത്ത് കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ ദുനിയാവിന്റെ ത്യാഗമാണ് തങ്ങൾ സ്വീകരിച്ചത്, ആഖിറത്തിന്റെ വിശാലമായ ലോകമാണ് തങ്ങൾ സ്വീകരിച്ചത്. ആ നിലക്ക് തന്നെയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും ഉള്ളത് കൊണ്ട് മതിയാക്കി തൃപ്തിപ്പെട്ട് ജീവിച്ചുപോയി. ധാരാളിത്തം വേണ്ടാന്ന് അവരങ്ങ് തീരുമാനിച്ചു. നോക്കൂ സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ വലിയൊരു മഹദിയാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ആ മഹദി തങ്ങൾ വഫാത്താകുമ്പോ 18 വയസ്സ് പ്രായമേ മഹദിക്കുള്ളൂ. ശേഷം ഒരു 10-40 വർഷത്തോളം വീണ്ടും മഹദി ജീവിച്ചിട്ടുണ്ട്. ആ ജീവിതം നയിച്ചപ്പോഴും ഇഷ്ടം പോലെ സ്വത്ത് സ്വഹാബത്ത് ആയിഷ ബീവിക്ക് ഹദിയയായി നൽകിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കാരക്കയുടെ കൊട്ട വരുന്നത്, പാൽപാത്രം വരുന്നത്, അതുപോലെ വസ്ത്രങ്ങൾ വരുന്നത്, ഹദിയകളായിട്ടുള്ള പ്രസന്റേഷനുകൾ മുഴുവനും വരുന്നത് ആയിഷ ബീവിന്റെ വീട്ടിൽ മാത്രമാണ്. മറ്റൊരു ഭാര്യയുടെ വീട്ടിലും പ്രസന്റേഷനുകൾ വരാറില്ല. പാരിതോഷികങ്ങൾ മുഴുവനും ആ വീട്ടിലാ വരാറുള്ളത്. അത് മുഴുവനും അവിടെ സംഭരിച്ചു വെക്കുകയല്ല, ഓരോ ദിവസവും വരുന്നത് മറ്റുള്ള ആളുകൾക്ക് വിതരണം അപ്പോൾ നടത്തിക്കൊടുക്കുന്നു. അങ്ങനെയുള്ള പാരിതോഷികങ്ങൾ തങ്ങളെ കാലശേഷം വീണ്ടും അധികം സ്വഹാബത്ത് നൽകിയിട്ട് കച്ചവടക്കാരും സമ്പന്നരുമായ സ്വഹാബത്ത് ലാഭം കിട്ടുമ്പോൾ 1000 ദിർഹം, ഒരു 2000 ദിർഹം,
1000 ദീനാർ ലാഭവിഹിതം കൊണ്ടുപോയി കൊടുത്തിട്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആ ഒരു ചെറിയ മുറി കൊണ്ട് തൃപ്തിപ്പെട്ട് അവസാനം വരെ കഴിഞ്ഞു. അവരൊക്കെ സ്വർഗം നേർക്ക് നേരെ കണ്ട് ജീവിച്ചവരാണ്. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന പെണ്ണാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാത്ത ഹയാ, നല്ല നാണമുള്ള ലജ്ജയുള്ള പെണ്ണാണ്. ഇൻ ഗാബൻഹാ സൗജുഹാ ഹഫിളത് നഫ്സഹാ വമാലഹു. ഭർത്താവ് വിദേശത്തേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ ജോലിക്കോ മറ്റോ പോയാൽ സ്വന്തം ശരീരം കാത്തു സൂക്ഷിച്ചും അതാരുടെ മുന്നിലും പ്രദർശനത്തിന് വെക്കൂല. ഒരാള് വീട്ടിലേക്ക് വന്നാലും കാണാൻ പറ്റാത്ത ആളാണെങ്കിൽ വാതിലിന്റെ മറവിൽ നിന്ന് ഹയാഓടെ സംസാരിക്കും. സംസാരിച്ചിട്ട് പിരിഞ്ഞു പോകും. മുന്നിൽ വന്ന് പ്രദർശന വസ്തുവായി നിൽക്കൂല. നല്ല ഹയാഓടെ ജീവിക്കുന്ന പെണ്ണാണ്. ഇപ്പൊ വീട്ടുമുറ്റത്ത് വന്നത് ഭർത്താവിന്റെ ഒരു കൂട്ടുകാരനാണ്. ഒരാവശ്യം അറിയാൻ വേണ്ടി വന്നതാണ്. ആ കൂട്ടുകാരനോട് എങ്ങനെ സംസാരിക്കുന്നു? വാതിലിന്റെ ഒരു പൊളിയങ്ങ് മറച്ചു വെച്ച് ആ പൊളിയുടെ ഇപ്പുറത്തുനിന്ന് സംസാരത്തിന്റെ ഭാഷ മാത്രം കേൾക്കുന്ന രൂപത്തിൽ പറയുന്നു. കമനീയമായ മുഖത്തിന്റെ പ്രദർശനമില്ല, ശരീരത്തിന്റെ വടിവത്ത ശൈലി കാണിക്കുന്നില്ല. നല്ല മറയോടെ ജീവിക്കാനുള്ള കഴിവുണ്ടോ? സ്വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിപ്പറഞ്ഞ ഹദീസാണ്. സമ്പത്തും അതുപോലെ സൂക്ഷിച്ച് കൈമാറും. ഭർത്താവ് കൊടുത്തയച്ച അടുത്ത ആഴ്ച വരുമ്പോഴേക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൊടുത്തയച്ച കാശുണ്ട്, ഒരു 2000 രൂപ. ആ 2000-ൽ നിന്ന് നിത്യജീവിതത്തിന് വേണ്ടി, മക്കളുടെ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, അത്യാവശ്യത്തിന് വേണ്ടി കണക്കനുസരിച്ച് എങ്ങനെ ചെലവഴിക്കും. 2000 രൂപ ഒരു ദിവസം കൊണ്ട് തന്നെ തീർത്ത് 2ാമത്തെ ദിവസം മെസ്സേജ് അയച്ചു, കാശ് തീർന്നു, 1000 ഇങ്ങോട്ട് അയക്കണം എന്ന് പറയുന്ന ധാരാളിത്തമില്ല. അപ്പൊ എന്തേ നോക്കുന്ന സമയത്ത് ആവശ്യത്തിലധികം വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിലോ ആവശ്യത്തിലധികം യാത്ര നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിലോ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഏറെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല. പാകത്തിന് വേണ്ടതൊക്കെ വാങ്ങും. അങ്ങനെ സൂക്ഷിച്ചു. പിറ്റത്താഴ്ച ഭർത്താവ് വന്നപ്പോ കാശെവിടെ? കാശിതാ, അതിലൊരു 400 രൂപ ബാക്കിയുണ്ട്. ബാക്കി 1600 ചെലവായി. എങ്ങനെ ചെലവായി? ഇവിടെ 2-3 പിരിവിന്റെ ആൾക്കാർ വന്നിരുന്നു. ഒന്ന് നമ്മളെ മഹലിൽ ബന്ധപ്പെട്ടൊരു പിരിവ് തന്നെ, അതാ റെസീറ്റ് അവിടെ ഉണ്ട്, ഞാൻ 200 രൂപ കൊടുത്തു നിങ്ങളെ പേരിൽ. വേറൊരാള് വന്നപ്പോ വളരെ പാവപ്പെട്ട ആളാണ്, നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ അയാളെ സഹായിച്ചിട്ടുണ്ട്, അപ്പൊ ഒരു 100 രൂപ കൊടുത്തു. അങ്ങനെ 300. വേറൊരാള് വന്നിരുന്നു, അതൊരു ഉമ്മയാണ്, ഒരു കുട്ടിനെയും പിടിച്ചു വന്നു, ഒരു എത്തീംകുട്ടിയാണെന്ന് കേട്ടപ്പോ സങ്കടമായ, അപ്പൊ അതിന് 200 കൊടുത്തു. അങ്ങനെയാണ് കൂടുതൽ ചെലവായത്. ബാക്കിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിന് മീന് വാങ്ങിയിട്ടും മത്സ്യം വാങ്ങിയിട്ടും മാംസം വാങ്ങിയിട്ടൊക്കെ ചെലവായത്. അൽഹംദുലില്ലാഹ്. പാകത്തിന് ചെലവഴിക്കുന്ന ആ പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ മക്കൾക്കും കുടുംബത്തിനുള്ള ബർക്കത്ത് പോലെ വേറെ ആരുടെ കൂടെ ഉണ്ടാകൂല. പാകത്തിനത് ചെലവഴിച്ച് ജീവിച്ചു. ധാരാളിത്തത്തിന്റെ പേരിൽ ഒന്നും ദൂർത്താക്കിയിട്ടില്ല. കൊടുക്കേണ്ട മാർഗങ്ങളിലൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൊടുത്തിട്ടുമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് റസ്റ്റിന് വരുമ്പോ ശല്യം ചെയ്യുന്നില്ല. അതേ, നാവ് പിടിച്ചു വെച്ച് നിയന്ത്രിക്കുന്നു. പോരായ്മകൾ എണ്ണി പറഞ്ഞ് ശല്യപ്പെടുത്തുന്നില്ല, ബുദ്ധിമുട്ടാക്കുന്നില്ല. ആവശ്യത്തിനുള്ള സംസാരവും സമ്പർക്കവുമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണുന്നു, അംറാത്തുൻ, സ്വർഗത്തിൽ പോകുന്ന മറ്റൊരു പെണ്ണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണും, മാതൻഹാ സൗജുഹാ, ഭർത്താവ് പെടുന്നനെ മരണപ്പെട്ടുപോയി. വലഹാ ഔലാദുൻ സിഗാർ, ആ പെണ്ണിന് ചെറിയ മക്കളുണ്ട്, 2-3 മക്കളുണ്ട്. ഒന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, മറ്റൊന്ന് 1ലാണ്, മറ്റൊന്ന് കൂടെ കഴിയുന്ന ചെറിയ കുട്ടിയാണ്. ഈ 3 മക്കളെയും, അതൊരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ്, ചെറിയ കുട്ടികളോടുകൂടെ ജീവിക്കുന്ന ആ പെണ്ണ് ജീവിതത്തിന്റെ യൗവനം തന്നെ കഴിഞ്ഞു കടന്നിട്ടില്ല.
വികാര വിചാരങ്ങൾ മുഴുവനുമായി ക്ഷമിച്ചിട്ടില്ല. പക്ഷേ ഫഹബസത് നഫ്സഹാ അലാ ഔലാദിഹാ വറബ്ബതുഹും, സ്വന്തം മക്കൾക്ക് വേണ്ടി ശരീരം അവിടെ തപസ്സാക്കി നിർത്തി, തടഞ്ഞു നിർത്തിയിട്ട് അവരെ പരിരക്ഷിച്ചു, പരിപാലിച്ചു. അവർക്ക് വേണ്ട വിദ്യാഭ്യാസ സാംസ്കാരിക സമുന്നതങ്ങളൊക്കെ നൽകി. വലം തതസവ്വജ് ഖശിയത അൻ യളീഉ, മക്കള് വഴിയാധാരമായി പോകുമെന്ന് പേടിച്ച് ആ പെണ്ണ് വിവാഹിതയായില്ല. ആളുകളൊക്കെ പറഞ്ഞു, നാട്ടുകാരും വീട്ടുകാരും കുടുംബങ്ങളൊക്കെ സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടും ആ പെണ്ണ് പറഞ്ഞു, വേണ്ട, ഞാൻ മറ്റൊരു വിവാഹം ചെയ്തു പോയി, എനിക്കതിൽ മക്കളുണ്ടായാൽ, ഈ മക്കളെ വേണ്ട വിധം ശ്രദ്ധിക്കാൻ പറ്റാതെയായാൽ എന്റെ മക്കൾ കൈവിട്ടു പോകുമെന്ന് ഞാൻ പേടിക്കുന്നു. ആ ഒരു വിഷമാവസ്ഥ ഉള്ളത് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് വിവാഹത്തിലേക്ക് കടക്കാതെ നല്ല സ്വബറോടെ ജീവിച്ച പെണ്ണാണ്. ആ പെണ്ണും സ്വർഗത്തിലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ എണ്ണി പഠിപ്പിക്കുമ്പോ തങ്ങൾ പറയുന്നു,